ലാർജ് സൈസിൻ്റെ ടോപ്പുകൾ, അതും ലൈനിങ് ഇല്ലാതെ വന്നേക്കുന്ന ടോപ്പുകളാണ്. പ്രൈസ് നമ്മൾ കൊടുത്തേക്കുന്നത് 499 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഓരോന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് പീച്ച് കളറിലേക്കാണ്. അതിനകത്തേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊരു ബ്ലൂ കളറിലെ ഒരു സ്ട്രൈപ്സ് വരുന്ന രീതിയിലേക്ക് കോളർ നെക്ക് പാറ്റേണിലേക്കാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നത് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ഡസ്റ്റി ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡിലേക്കാണ്, കോളർ നെക്ക് പാറ്റേണിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ ഒരു ബ്ലാക്ക് കളറിലെ കഥ വീവിങ്ങിലേക്കുള്ളതാണ്. ഇത് നമ്മൾ ഓൺലൈൻ ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു, പ്രിൻസസ് കട്ട് പാറ്റേണിലേക്ക്. ഇതിൻ്റെയൊക്കെ സൈസ് മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ എയർലൈൻ കട്ടിങ്ങും കൂടെയാണ് വന്നേക്കുന്നത്. പ്രൈസ് 499. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ഡസ്റ്റി ആയിട്ട് വരുന്നൊരു യെല്ലോ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്കായിട്ട് പിൻഡെക്സ് വരുന്നുണ്ട്, കോളർ നെക്ക് പാറ്റേണിലേക്കാണ്. നമ്മളൊരു മസ്റ്റർഡ് യെല്ലോയ്ക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഡസ്റ്റി ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്ക് കളറിലേക്കാണ്. പ്രിൻസസ് കട്ട് പാറ്റേണിലേക്ക് ഒരു സിമ്പിൾ എയർലൈൻ കട്ടിങ് കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ്. കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതേപോലെ. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ബ്ലാക്ക് കളറിലേക്കാണ് കേട്ടോ. ഇത് ഒരു എയർലൈൻ കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത്. താഴേക്കായിട്ട് ഹെംലൈനിലേക്ക് വേറൊരു ബോർഡറും കൂടെ വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതേപോലെ കേട്ടോ. എല്ലാം തന്നെ ലാർജ് സൈസാണ്. മീഡിയംകാർക്കാണെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. സൈസ് കൺഫ്യൂഷൻ ഉള്ളവർ ഒരു സൈസ് വലുത് എടുക്കുക കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതേപോലെ കോട്ടൺ ആണ്, വിത്തൗട്ട് ലൈനിങ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു 6 കൈൻഡ് ഓഫ് പ്രിൻ്റാണ് വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വന്നേക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഇതൊന്നും നമ്മൾ വാട്സാപ്പിലേക്ക് അവൈലബിൾ ആക്കുന്നില്ല. എല്ലാം തന്നെ വെബ്സൈറ്റ് ത്രൂ മാത്രമായിരിക്കും സെയിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇത് വരുന്നു സ്ലിറ്റഡ് പാറ്റേണിലേക്ക് വിത്തൗട്ട് ലൈനിങ്, കോളർ നെക്ക് പാറ്റേണിലേക്കും കൂടെയാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതേപോലെയാണ്. നെക്സ്റ്റ് വന്നേക്കുന്നു എല്ലാം അങ്ങനെ തന്നെ, എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. ഒരു ലൈറ്റായിട്ട് വന്നേക്കുന്ന ഒരു ഡസ്റ്റി ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് കോളർ നെക്കാണ്, സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ്. ഇതും സെയിം പാറ്റേൺ തന്നെയാണ്. സ്ലിറ്റഡ് പാറ്റേണിലേക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കുക. അതിൻ്റെ തന്നെ 3-4 കളേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ രീതിയിലേക്കാണ് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്, ബ്ലാക്ക് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ചിലപ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ മീഡിയംകാരെ എടുത്തിട്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നേക്കുന്നത് കോളർ നെക്ക് പാറ്റേണിലേക്കാണ്. ഇങ്ങനെ വരുന്നത് എയർലൈൻ കട്ടിങ്ങാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. ഡസ്റ്റി ആയിട്ട് വന്നേക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. ലാർജ് സൈസിൻ്റെ ലൈനിങ് യൂസ് ചെയ്തിട്ടില്ലാത്ത ടോപ്പുകളാണ്. എല്ലാം തന്നെ ലെങ്ത് 46 ഉണ്ടാകും. നമ്മുടെ ചെസ്റ്റ് സൈസും ഹിപ്പ് സൈസിനകത്തൊക്കെ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാകും. അപ്പോൾ അഥവാ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു സൈസ് വലുതെടുക്കുക. അതായത് മീൻസ് മീഡിയംകാർക്ക് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വലുതായിട്ട് എയർലൈൻ കട്ടിങ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് കുഴപ്പമുണ്ടാകത്തില്ല. ഇതെല്ലാം വെബ്സൈറ്റ് ത്രൂ മാത്രമായിരിക്കും സെയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 499 ഈ ഒരു പ്രൊഡക്റ്റ്. ബാക്കി പ്രൊഡക്റ്റുകൾ നമ്മൾ ദിവസവും നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും.